ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെയും പിന്തുണ ലഭിക്കുന്നുണ്ട്. സുരേന്ദ്രനെ അടിയന്തരമായി മാറ്റേണ്ട സാഹചര്യമില്ല എന്നാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന അധ്യക്ഷനെ മാറ്റേണ്ട അടിയന്തര സാഹചര്യം നിലവിലില്ലെന്നാണ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാദങ്ങൾ വേണ്ടെന്നും കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ടെങ്കിൽ സംഘടനാ ഘടകങ്ങളിൽ ഉന്നയിക്കാമെന്നും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. വിഷയത്തിൽ പരസ്യ പ്രസ്താവന നടത്തിയാൽ അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രവർത്തനം ശക്തമാക്കാനും സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ചേർന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിൽ നിന്നും പ്രമുഖ നേതാക്കൾ വിട്ടുനിന്നിരുന്നു. എം.ടി. രമേശ്, പി.കെ. കൃഷ്ണദാസ്, എ.എൻ. രാധാകൃഷ്ണൻ എന്നിവർ നേതൃയോഗത്തിൽ നിന്നും വിട്ടുനിന്നത് പ്രതിഷേധ സൂചകമായിട്ടെന്ന് വാർത്തകളുണ്ടായിരുന്നു. കോർ കമ്മിറ്റി വിളിക്കാത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. ശോഭാ സുരേന്ദ്രൻ നേതൃയോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നേരിട്ട വലിയ പരാജയത്തെ തുടർന്ന് കോർ കമ്മിറ്റി ചേരണമെന്നായിരുന്നു കെ സുരേന്ദ്രൻ വിരുദ്ധ പക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ ഇത് പരിഗണിക്കാതെ സംഘടനാ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യുമെന്ന നിലപാടാണ് പ്രതിഷേധത്തിൽ കലാശിച്ചത്. കൃത്യമായി ആലോചിച്ച് ജാഗ്രതയോടെയായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് വിളിച്ചു പറഞ്ഞതുപോലെയാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ ഭംഗിയായി ശോഭാ സുരേന്ദ്രൻ ചെയ്തുവെന്ന് അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മുന്നേറ്റം ഉണ്ടാക്കുമെന്നും ശോഭ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ യോഗത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട കെ സുരേന്ദ്രൻ മാധ്യമ വാർത്തകൾക്കെതിരെ രോഷത്തോടെയാണ് പ്രതികരിച്ചത്. ബി.ജെ.പിയിലെ അസ്വാരസ്യങ്ങൾ സംബന്ധിച്ച ചോദ്യത്തോടായിരുന്നു സുരേന്ദ്രൻ ക്ഷുഭിതനായി പ്രതികരിച്ചത്. ബി.ജെ.പിയും എൻ.ഡി.എയും എന്താണെന്ന് അറിയാത്തതുപോലെയാണ് 3 ദിവസമായി മാധ്യമങ്ങൾ തുള്ളുന്നത്. ഇതിനൊക്കെ മാധ്യമങ്ങൾ നിരാശരാകേണ്ടി വരുമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ചേർന്ന ബി.ജെ.പി. യോഗം സജീവ അംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചും മാത്രമാകും ചർച്ച ചെയ്യുക എന്നും സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നതാണ്. നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിവിടുന്നത് എന്ന് ചോദിച്ച കെ സുരേന്ദ്രൻ 15 കൊല്ലമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വി മുരളീധരൻ രാജ്യസഭാ അംഗത്വം നഷ്ടമായതിനെ തുടർന്ന് കേരള അധ്യക്ഷ പദവി പിടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു. എന്തെങ്കിലും അടിസ്ഥാനം ഇതിലുണ്ടോ എന്നും ഈ രീതിയിലുള്ള ചവറ് വാർത്തകളുമായിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്നുമായിരുന്നു മാധ്യമങ്ങളോട് ക്ഷോഭിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്.